നമ്മളിപ്പോ ഒരു പഞ്ചായത്തിൽ ചെന്നിട്ടൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട് ഇപ്പോൾ അല്ലെ? എല്ലായിടത്തും കൈക്കൂലിക്ക് കാത്തിരിക്കുക ഓഫീസർമാര്. വല്ല അന്വേഷണവും വരുമോ എന്നൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ, പിടിക്കപ്പെടുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല കുട്ടികളായി നിൽക്കുന്നു, അല്ലെങ്കിൽ തലയിൽ ചൊറിഞ്ഞാൽ അതൊക്കെ അങ്ങനത്തെ സിഗ്നലുകൾ ഉണ്ടെന്നാണ് കേട്ടത്. അല്ലാഹു അലം. നമ്മൾ എന്ത് ചെയ്യണം? അതിപ്പോ ഹറാമാവോ? നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യും? മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞൊരു ഇബാറത്ത്, വഖദ് യകൂനുൽ ഗറദു ഫിൽ ഹദിയ്യ ഇത്തിഖാഉ ശർരിൽ മുഹ്ദാ ഇലൈഹി. നമ്മൾ ഒരാൾക്ക് ഒരു പൈസയോ സമ്മാനമോ കൊടുക്കുന്നത് ഒന്നുകിൽ ആ മനുഷ്യനിൽ നിന്ന് ഉപദ്രവം വരാതിരിക്കാനായിരിക്കും. നമ്മളത് കൊടുത്തില്ലെങ്കിൽ വല്ല ഉപദ്രവം ചെയ്യും. ഫമുഹ്ദീഹാ മഅ്ജൂർ. ആ മനുഷ്യന് സമ്മാനം കൊടുക്കുന്ന ആൾക്ക് അല്ലാഹ് കൂലി കൊടുക്കും. വആഖിദുഹാ യഖുദുഹാ റിശ്വതൻ. അത് വാങ്ങുന്ന ആള് കൈക്കൂലിയായിട്ടാണ് വാങ്ങുന്നത്. അത് കുറ്റകരം. വാങ്ങുന്ന ആൾക്ക് കുറ്റം, കൊടുക്കുന്ന ആൾക്ക് കുറ്റമില്ല. മറ്റൊന്ന്, നിങ്ങളുടെ ഒരു അവകാശം നേടിയെടുക്കാൻ നിങ്ങൾക്കൊരു പേപ്പർ സൈൻ ചെയ്ത് കിട്ടണം. അത് നിങ്ങളുടെ പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ മൂപ്പര് സൈൻ ചെയ്യണമെങ്കിൽ ഇപ്പുറത്തൊരു 10,000 വെച്ച് കൊടുത്തേ പറ്റും. നിങ്ങളുടെ ഒരു ഹക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ഒരു നിയമപാലകന്, ഒരു ഹാക്കിമിന്, ഭരണകർത്താവിന് നിങ്ങൾ വല്ലതും കൊടുക്കുകയാണെങ്കിൽ മിൻ ദീ ഗറദിൻ ഫാസിദിൻ, അത് മോശപ്പെട്ട ഒരു ലക്ഷ്യത്തിനാണെങ്കിൽ പറ്റൂല. ഒരു അന്യായം, അന്യരാളുടെ ഭൂമി തന്റേതാണെന്നാക്കാൻ പേപ്പർ ഉണ്ടാക്കാൻ, അതൊക്കെ റിശ്വത്താണ്, കൈക്കൂലിയാണ്, കുറ്റകരമാണ്, ജായിസല്ല, ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഒരു അവകാശം നേടിയെടുക്കാനാണ്. ഇത് ഇസ്ലാം ഏറ്റവും കൂടുതൽ കർക്കശമായി പറഞ്ഞ വിഷയമാണ് റിശ്വ. കൈക്കൂലി കൊടുക്കരുത്, വാങ്ങരുത് എന്നാ പറയാ. പലിശയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു. നേരെ മറിച്ച് ജനങ്ങൾ, നിയമങ്ങൾ പലതുണ്ടാവും, പക്ഷെ അത് പ്രാബല്യത്തിൽ നടക്കുന്നുണ്ടാവില്ല. കണിശമായും നിയമം നടപ്പിലാക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. ജൻധർമ്മം എന്ന് പറഞ്ഞിട്ട് തുർക്കിയിലെ ഒരു പ്രത്യേക പോലീസുണ്ട്. അവർക്ക് കൈക്കൂലി കൊടുത്താൽ അവരെ പിടിച്ച് ജയിലിടും. അങ്ങനത്തെ പോലീസുകാരാണ് അവര്. ജൻധർമ്മം എന്ന് അവരെ പറയാം. ജൻധർമ്മ പോലീസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും പോകില്ല. അല്ലാത്തവർക്ക് എന്തെങ്കിലും കൊടുത്തു നോക്കാൻ നോക്കും. അവര് കൊടുക്കുന്നവരെ പിടിച്ച് ജയിലിടും. അങ്ങനത്തെ ആളുകളാണ്. അതൊരു രാജ്യത്തിന്റെ ഏറ്റവും നല്ല ഗുണമാണ്. നിയമപാലകന്മാർ നിയമം പാലിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോ ഒരു മനുഷ്യന്, ഒരാളുടെ പൗരന്റെ ഒരു അവകാശം നേടിയെടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഫൽ ഇഹ്ദാഉ ജായിസുൻ, ആ കൊടുക്കൽ ജായിസാണ്. വഖബൂലുൽ ഹദിയത്തി ഹറാം, അത് വാങ്ങിക്കൽ ഹറാമാണ്. ശറഈന്റെ വീക്ഷണം അതാണ്. അയാൾക്കത് വാങ്ങിക്കൽ ഹറാമാണ്. അയാളത് വാങ്ങിക്കേണ്ട ആളല്ല. അയാൾ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ട് ഈ പണി ചെയ്ത് കൊടുക്കാൻ. അയാളത് വാങ്ങിക്കൽ ഹറാമാണ്. നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ നിരപരാധികൾ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുത്തില്ലെങ്കിൽ സാധനം ഒപ്പിട്ട് കിട്ടൂലല്ലോ. ഒരിക്കലും കൈക്കൂലിയെ പ്രോത്സാഹിപ്പിക്കാനല്ല. ഒരു മനുഷ്യന്റെ അവകാശങ്ങൾ ഇത് കൊടുത്തെങ്കിലേ നടക്കൂ എന്നാണ് സിസ്റ്റമെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് ചെയ്യും? അവരുടെ ഈ അമലിന്റെ വിധി എന്താണ്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാം, അവർ മജ്ബൂറാണ്, നിർബന്ധാവസ്ഥയിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? ജായിസാണ്. പക്ഷെ അത് വാങ്ങിക്കുന്ന ആൾ ഹറാമാണ്. എന്നോട് ഇന്ന് ഞങ്ങൾ ഷൊർണൂരായിരുന്നു എൻ്റെ കൂട്ടുകാരൻ, തമാശക്കാരനാണ്. ഉപരി പറഞ്ഞു 30 ലക്ഷം രൂപ അയാളുടെ അവകാശം ഏതോ ഒരു അദ്ദേഹത്തിന്റെ സർവീസിന് കിട്ടേണ്ടത് ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കാൻ 1.5 ലക്ഷം കൈക്കൂലി വേണമെന്ന് വാങ്ങിച്ച് പറഞ്ഞ ഒരാൾ. അയാൾക്ക് 1.5 ലക്ഷം കൊടുത്തു. അതിന് മൂപ്പര് പറയാണ്, ഒരു വീട് വേണം, വീടിന്റെ അടുത്ത് പള്ളി വേണം കേട്ടോ. അങ്ങനത്തെ ഒരു വീട് നോക്കിയിട്ട് വാടക ഉണ്ട്, 40 ലക്ഷത്തിന് വീട് കിട്ടാണ്ടെങ്കിൽ പറയണേ, തൊട്ടടുത്ത് പള്ളി വേണം. ആരെ ഈ പള്ളി വേണമെന്ന് പറയണത്? ഈ കൈക്കൂലി വാങ്ങിച്ച മനുഷ്യൻ. ഉപരി പറയാം, എന്റെ അടുത്ത് നിന്ന് 1.5 ലക്ഷം വാങ്ങി. അപ്പൊ എത്ര ആടുന്ന ഇയാൾ വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ ആൾക്ക് പള്ളി വേണം അടുത്ത്. എന്ത് പള്ളി, എന്ത് നിസ്കാരം? ഇവരൊക്കെ ആരെയാ ഇബാദത്ത് ചെയ്യുന്നത്? ആരെയാ സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കി. ഹദിയകളെ സംബന്ധിച്ച് പറഞ്ഞ നബി തങ്ങളുടെ ഹദീസുകൾ വളരെ മനോഹരമാണ്. ഇവിടെ തന്നെ പറയുമ്പോഴേ സ്വാലിഹീങ്ങളായ ആളുകളുടെ ഇടപെടലുകൾ, സജ്ജനങ്ങളിൽ നിന്ന് നൽകപ്പെടുന്ന ഹദിയകൾ, നല്ല ഉദ്ദേശത്തിൽ അവർ നൽകുന്നത് സ്വീകരിക്കാം. അവരുടെ ഹദിയ ജായിസാണ്. ഒരു മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുന്ന ഹലാലുകളിൽ പ്യൂർ 2 ഹലാലുകളെന്ന് കണ്ണു ചിമ്മി പറയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ മഹാനായ മുസഇർ ഇബ്നു ഖുജാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ ചർച്ചകൾ തുടങ്ങിയത്. 2 ഹലാലുകൾ. ഒന്ന്, യൂഫ്രട്ടീസിൽ നിന്ന് വെള്ളം കുടിക്കുക. ഏത് അരുവിയിൽ നിന്നും പുഴയിൽ നിന്നും നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ഒന്നും കുഴപ്പമില്ല.
കുഴപ്പമില്ല. കുടിക്കാൻ പറ്റുന്നതാണെങ്കിൽ കുടിച്ചാൽ മതി, കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ കുടിക്കണ്ട. പറ്റുന്ന വൃത്തിയുള്ള വെള്ളമാണെങ്കിൽ കുടിച്ചോളൂ. പിന്നെ ഒരു സ്വാലിഹായ മനുഷ്യൻ നിങ്ങൾക്ക് നൽകുന്ന ഹദിയ. അവിടെ എന്ത് മനസ്സിലായി? എന്തെങ്കിലും ഹറാം ബിസിനസ് ഉള്ള ആളുകൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങൾ അത് നിരസിച്ചേക്കണം. അത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ എന്താ അതിനർത്ഥം? ആ മനുഷ്യൻ ചെയ്യുന്ന തിന്മകളെ നിങ്ങൾ അനുകൂലിക്കുന്നു എന്നതിനർത്ഥം വരും, പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അത് സ്വീകരിക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ കാര്യഗൗരവത്തിലെടുക്കണേ. സ്വാലിഹീങ്ങളുടേതേ നിങ്ങൾ സ്വീകരിക്കാവൂ, സ്വോദ്ദേശപരമായി നൽകപ്പെടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ നഈം അൽ-അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിൽ മഹാനായ അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്, അന്നഹു തല, ലോക പ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ താബിഈയാണ്. അവർ ഓതുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. ഇത് പറയുമ്പോൾ മഹാനായ സമസ്തയിലെ ജമീഅത്തുൽ ഉലമയുടെ മുൻകാല പ്രസിഡന്റായിരുന്ന മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ റഈസുൽ മുഹഖഖീൻ അവരുകളെ ഓർത്തുപോവുകയാണ്. വയനാട്ടിൽ നിന്ന് കിട്ടുന്ന ഒറിജിനൽ ചായപ്പൊടിയാണ് ഉസ്താദ് എന്ന് പറഞ്ഞ് എത്രയോ 5 കിലോ അങ്ങനെ മറ്റും കൊണ്ടുപോയി കൊടുത്തപ്പോ മഹാനവറുകൾ വീട്ടുകാരോട് വിളിച്ചു പറയാ, കുട്ടികളെ, ദേ നിങ്ങൾക്ക് കുടിക്കാനുള്ളതല്ല, എന്നെ കാണാൻ ഇവിടെ വരുന്ന വിസിറ്റ് വരുന്ന അതിഥികൾക്ക് ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണോ എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ കുടിക്കുന്ന ചായക്ക് ചായപ്പൊടി എടുക്കരുത് കേട്ടോ. ഞാൻ എന്താ ചെയ്തത്? ആ കൊടുത്ത ആള് പറഞ്ഞ വാക്കാണ്. അയാൾ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നല്ലേ, മിനിമം കട്ടൻ ചായ ഉണ്ടാക്കി തന്നെ പഞ്ചസാരയും ചായപ്പൊടിയും വേണ്ടേ, അതുകൊണ്ട് ഉസ്താദെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ചായപ്പൊടി എന്റെ വക. അയാൾ പറഞ്ഞു പോയി. പക്ഷെ മഹാനവറുകൾ വീട്ടുകാർക്ക് പോലും അതിന് ചായ കുടിക്കാൻ കൊടുത്തിട്ടില്ല. എന്റെ ലക്ഷ്യം മറ്റൊന്നാണ്, നിങ്ങൾക്ക് പറ്റില്ല. അവരാണ് സമസ്തയെ നയിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. യാ അല്ലാഹ്, ആ സൂക്ഷ്മത വല്ലാത്തൊരു സൂക്ഷ്മതയല്ലേ അത്. അതുകൊണ്ടാണ് മഹാനവറുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. നമ്മുടെ മഹത്തുക്കളായ സജ്ജനങ്ങളായ സമസ്തയുടെ ആ ഒരു രാജവീഥിയിൽ കഴിഞ്ഞു പോയ ഒരുപാട് മഹത്തുക്കളുടെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. സൂക്ഷ്മതയാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അള്ളാഹു നമുക്ക് നൽകട്ടെ. പൈസയല്ല, പൈസ ആർഭാടങ്ങളൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. സൂക്ഷ്മത ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് വിഷയം. കാശുണ്ടാക്കാൻ ഒരു പണിയില്ല. അത്യാവശ്യം നാവും ഒരു സാമർഥ്യം ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സാമർഥ്യം ഉണ്ടാക്കൽ ഇൽമും തഖ്വയും ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ. അതുള്ളിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. അതുള്ളിടത്താണ് അള്ളാഹുവിന്റെ പൊരുത്തുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂനൂ മഅസ് സ്വാദിഖീൻ എന്ന് പറഞ്ഞ പോലെ സജ്ജനങ്ങളുടെ, സത്യം പറയുന്ന നല്ല മനുഷ്യരുടെ സ്വഹ്ബത്ത്, സ്വാലിഹീങ്ങളുടെ സ്വഹ്ബത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹസനുൽ ബസ്രി തങ്ങൾ ഓതുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. ശാന്തി പൂണ്ട് കിടക്കുന്ന ശരീരമേ, അല്ലാഹുവിൽ തൃപ്തിയായി കിടക്കുന്ന ആത്മാവേ എന്ന സൂറത്തുൽ ഫജ്റിലെ ആയത്ത്. എന്നിട്ട് പറഞ്ഞു, അന്നഫ്സുൽ മുഅ്മിന ഇത്മഅന്നത ഇലല്ലാഹ് വതുമഅന്ന ഇലൈഹാ. ആരാണ് ശാന്തി പൂണ്ട് കിടക്കുന്ന ആത്മാവെന്നറിയുമോ? മുഅ്മിനത്തായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു ശരീരമാണത്. ആണിന്റെയും പെണ്ണിന്റെയും ശരീരം. അല്ലാഹുവിനെ വിശ്വസിക്കുക. പടച്ചതമ്പുരാനാണ് എന്നെ ജനിപ്പിച്ചത്, എന്നെ മരിപ്പിക്കുന്നത്, എന്നെ ജീവിപ്പിക്കുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത്, എന്നെ നടത്തിക്കുന്നത്. അവന്റെ കയ്യിലാണ് മഖാലീദുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ മുഴുവൻ താക്കോലുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് മുഅ്മിൻ. ഇത്മഅന്നത ഇലല്ലാഹ്. അല്ലാഹുവിൽ മനസ്സ് പൂണ്ട് കിടക്കുന്ന ആളുകൾ, അല്ലാഹുവിൽ ആശ്വസിക്കുന്നവർ. ഒരു രോഗം വന്നു, അല്ലാഹുവേ നീയാണ് എന്നെ പരീക്ഷിച്ചത്, ഞാൻ പൊരുത്തപ്പെട്ടു റബ്ബേ. സമ്പത്തുണ്ട്, അൽഹംദുലില്ലാഹ്. ദാരിദ്ര്യമുണ്ട്, അൽഹംദുലില്ലാഹ്. വിഷമങ്ങളുണ്ട്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്ന അൽഹംദുലില്ലാഹയാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എന്താ റാഹത്തല്ലേ? അസുഖമുണ്ടോ? അപ്പോഴും പറയാം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അസുഖങ്ങളൊന്നും ഇല്ല, അൽഹംദുലില്ലാഹ്. അസുഖണ്ട്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും അല്ലാഹുവേ നിനക്കാണ് നന്ദി. അങ്ങനെ പറയുന്നത് എല്ലാ അവസ്ഥ. മനസ്സിലായി എന്തോ വിഷമത്തിലാണ് ആളുകൾ, എന്നാലും അല്ലാഹുവിനെ സ്തുതി.
ബുദ്ധിമുട്ടൊക്കെയാണ്, വിഷമങ്ങളാണ്, ജോലിയില്ല. എല്ലാ അവസ്ഥയിലും അല്ലാഹുവേ നിനക്കാണ് സ്തുതി. അങ്ങനെ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട ശരീരത്തെ കുറിച്ചാണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ. അല്ലാഹുവിലേക്ക് സംതൃപ്തമായി ഇങ്ങോട്ട് പോരിൻ ശരീരമേ, ആത്മാവേ എന്ന് മരണനേരത്ത് മലക്കുകൾ വിളിച്ചു പറയുന്ന ശരീരങ്ങളോട് എന്താ പറയുന്നത്? ഇർജിഇ ഇലാ റബ്ബികി. ദുനിയാവിൽ നിന്ന് നിങ്ങൾ പോരിൻ. ഖബറിലേക്ക് വരുന്നത് ഒരു മണ്ണിലേക്കല്ല. ഖബർ ഒന്നുകിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ അത് തീയിന്റെ കഷ്ണമാണ്, വെറും ഒരു മണ്ണല്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ അടിമകളിലേക്ക് കടന്നോളൂ ശരീരമേ, എന്റെ സ്വർഗത്തിലേക്ക് കടന്നോളൂ ആത്മാവേ എന്ന് അല്ലാഹു ഏതൊരാത്മാവിനോടാണോ വിളിച്ചു പറയുന്നത്, ആ ആത്മാവിനെയാണ് അന്നഫ്സുൽ മുത്മഇന്ന എന്ന് പറയാ. എന്താണ് ആ മുത്മഇന്ന? അല്ലതി ഇത്മഅന്നത ഇലല്ലാഹ്. അല്ലാഹുവിൽ മനസ്സുകൊണ്ട് ശാന്തമായ ശരീരം. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ് എപ്പോഴും. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കും, എന്തിനും അല്ലാഹുവിനെ ബന്ധിപ്പിക്കും. വത്മഅന്ന ഇലൈഹാ. അല്ലാഹുവിന് ആ ശരീരത്തെ ഇഷ്ടമാണ്. കഴിഞ്ഞില്ല. വഹബ്ബത ലിഖാ അല്ലാഹ് വഹബ്ബല്ലാഹു ലിഖാഅഹാ. ആരാണ് സജ്ജനങ്ങൾ എന്നറിയണമേ. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ സ്വാലിഹീങ്ങളെ ഡിഫൈൻ ചെയ്യുകയാണ്. ആരാണ് സജ്ജനങ്ങൾ? അല്ലാഹുവിനെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടവർ. അവർക്ക് സമാധാനം കിട്ടാൻ മയക്കുമരുന്നല്ല വേണ്ടത്, അവർക്ക് ഖുർആനാ വേണ്ടത്. അവർക്ക് സമാധാനം കിട്ടാൻ MD എന്ന് പറയാം. പണ്ടൊക്കെ BA എടുത്തോ, ഇനി M എടുക്കണ്ടേ, M.Ed എടുക്കണ്ടേ, MD ആവണ്ടേ, വലിയ ഡിഗ്രിയാണ് ഇപ്പത്തെ കുട്ടികളെ കയ്യിൽ കിട്ടുന്ന ഡിഗ്രിയാണ് ഇപ്പത്തെ. യാ അല്ലാഹ്, പടച്ച റബ്ബ് കാക്കട്ടെ. സമാധാനത്തിനാണോ? ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅൻ ഫീമാ ഹറം. അല്ലാഹ് ഹറാമാക്കിയ ഒന്നിലും നിങ്ങൾക്ക് ശമനം അല്ലാഹ് തരൂല എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മയക്കുമരുന്നിനെങ്ങാനും നമ്മളെ മക്കള് പെട്ടുപോയിട്ട് മക്കളെ ദയവ് ചെയ്ത് അല്ലാഹുവിനെ ഓർത്ത് നിർത്തിക്കോളി. ഇല്ലേ 10 കൊല്ലം കൊണ്ട് അടിച്ചു പോകും, ഉറപ്പാണ്. ഇപ്പോഴത്തെ സ്റ്റഡിയെ പറയുന്നത് മയക്കുമരുന്ന് അടിമകളായ ഇപ്പോഴത്തെ ജനറേഷൻ 10 കൊല്ലം കൊണ്ട് ഭൂമി കാലിയാവും. 10 കൊല്ലം ആയുസുള്ളൂ. ശരീരത്തിന് അത്രേ സഹിക്കാൻ പറ്റുള്ളൂ. മയക്കുമരുന്ന് അടിച്ചു കയറ്റല്ലേ, ഹാർട്ടിനും ലിവറിനും ലങ്സിനും താങ്ങാൻ കഴിയില്ല. 10 കൊല്ലം വരെയൊക്കെ പിടിച്ചേക്കാൻ പറ്റും, പിന്നെ അടിച്ചു പോകും. വലിയൊരു ഭയപ്പാടാണത്, വലിയ ചോദ്യചിഹ്നം. അടുത്തൊരു തലമുറയിൽ യുവജനങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താവും? ഒന്നുകിൽ അതിന് റെഡി ആയിക്കും, അള്ളാഹുവിനെ വേണ്ടെങ്കിൽ പിന്നെ നരകത്തിന് റെഡി ആയിക്കും. ഇല്ലേ എനിക്ക് വിഷമവും വേദനയുമുണ്ട്, എന്റെ ശരീരത്തിന്റെ ആശ്വാസം അല്ലാഹുവേ, ഒരു വുദൂ ചെയ്ത് നിന്റെ മുമ്പിൽ വന്ന് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി നിസ്കരിക്കുമ്പോ എനിക്ക് സമാധാനമാണ്. എല്ലാരും ഉറങ്ങാണ്. വുദൂ എടുത്ത് മുസല്ല വിരിച്ച് അവിടെ ഇരുന്ന് അല്ലാഹുവിന് വേണ്ടി ഒരു 1000 സുബ്ഹാനല്ലാഹ്, അത്ര തന്നെ അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉദാഹരണം പറയാം, എത്രയാണ് നിങ്ങൾ കൊണ്ട് പറ്റുന്നത്? റബ്ബിന്റെ മുമ്പിൽ ഇരുന്ന് കരയുമ്പോ കിട്ടുന്ന ഒരു സമാധാനം, അത് മുഅ്മിനിന്റെ മാത്രം അവകാശമാണ്, അല്ലാത്തവർക്ക് അത് കിട്ടൂല. അല്ലാഹു ആ ശരീരത്തെ ഇഷ്ടപ്പെടും, ആ ശരീരത്തിന് അല്ലാഹുവിനെ ഇഷ്ടമാണ്. അതാണ് സജ്ജനങ്ങൾ, അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. എന്റെ സജ്ജനങ്ങൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും അതിനെ കുറിച്ച് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ചിന്തയിലും വിഷയീഭവിക്കാത്തതാണ് സ്വർഗലോകമെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിനെ തൃപ്തിപ്പെടണമേ. എനിക്കെന്റെ റബ്ബിനെ കാണണം. മിനിമം മെസ്സിനെ കാണാനുള്ള ആഗ്രഹമെങ്കിലും അല്ലാഹുവിനെ കാണാനുണ്ടോ നമ്മളെ കുട്ടികൾക്ക്? ചോദിക്കാം. മെസ്സിയൊക്കെ മുമ്പ് കറങ്ങിയ ബോധം കെട്ട് വീണ കുട്ടികളുണ്ട്. വെറുതെ സെൽഫി മെസ്സിനെ കണ്ടതാ, ജിന്നിനെ കണ്ട പോലെ. ഞാൻ ഇപ്പൊ എന്തായി കാണുമ്പോൾ ബോധം കെട്ട് വീഴാൻ പോവുക. ഒരു ചെക്കൻ സെൽഫി എടുക്കാൻ വേണ്ടി വന്നതാ. മുമ്പ് ഏതോ ഹോട്ടലിൽ ഇറങ്ങി പോകുമ്പോ ഓൽക്ക് ദുനിയാവിൽ വലിയ സംഭവം അതാണ്.
നമ്മളെ കുട്ടികൾ അങ്ങനെ ആവാൻ പാടുണ്ടോ? നമുക്ക് അതിലും വലുതല്ലേ. നമ്മൾ ആരെയും സ്നേഹിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. ഓരോ എടുക്കാൻ പോകുന്നത് ഓരോ കൂടെ പോകാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. മെസ്സി സ്വർഗത്തേക്ക് പോകുന്ന ആളാണ് സ്വർഗത്തേക്ക് പോകും. അല്ലേ എവിടുക്കാ പോകണ വെച്ചാൽ അവിടെ കൂടെ പോകേണ്ടി വരും. ഇസ്ലാം അതിന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം ഭയങ്കര സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. അവർ പോണെടുത്തേക്ക് ഒപ്പം പോകും ചെയ്യാം. ഇത്രയുള്ള വിഷയം. സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? ദുന്യാവിൽ ജീവിക്കാൻ ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് കൂടെ ഗോൾ അടിക്കല വലിയ ലക്ഷ്യം. ഹിമാലയത്തിന്റെ മുകളിൽ കയറി നിൽക്കല ലക്ഷ്യം. കാറുകൊണ്ട് ഒരു ഹില്ല് ഒരു 4 വീൽ ഡ്രൈവിൽ അടിച്ചു കയറ്റലാണോ ലക്ഷ്യം? എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്താണ് നമ്മുടെ കുട്ടികൾക്ക് എന്താ ലക്ഷ്യം? ഒരു ലക്ഷ്യം വേണ്ട ജീവിതത്തിന്. എന്തെങ്കിലും കാട്ടിക്കൂട്ടുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് വിചാരിക്കുക. അല്ല, നിനക്ക് ജന്മം നൽകിയ ജീവൻ തന്ന സൃഷ്ടാവ് ആരാണ്? cherish him, worship him. ആ റബ്ബിനെ നീ പുകഴ്ത്തുകയും അനുസരിക്കുകയും ചെയ്യണം. ഇത് ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. എന്റെ ഉമ്മയെ വാപ്പയെ നിനക്കറിയൂലേ, എന്നാ നിന്നെ പടച്ച രക്ഷിതാവിനെ നീ അറിയണം. അതിനാ ജീവിക്കാൻ പറഞ്ഞ. ഇവിടെ പേരുണ്ടാക്കിയിരിക്കാനല്ല. ഓരോ കെട്ടെടുത്ത് പോണ്ടി വരും. അത് വേറെ ആർക്കെങ്കിലും ഒഴിച്ചു കൊടുത്ത് പോവേണ്ടി വരും. വേണ്ടേ? നിന്റെ ലക്ഷ്യം എനിക്ക് അല്ലാഹുവിനെ കാണണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ പ്ലെയറെക്കാളും നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ കുട്ടികളെ? ഞാൻ ചോദിച്ചു നോക്കട്ടെ. പുണ്യനബിയെ നിങ്ങൾ അതിനേക്കാളും മുമ്പിൽ വെക്കാൻ ഒരുക്കമാണോ? പറഞ്ഞ കളി നടക്കുന്നുണ്ട്, പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുന്നുണ്ട്, നിങ്ങളത് പൂട്ടി വെച്ച് നിസ്കരിക്കാൻ വരുമോ? ഇതാണ് എന്റെ പച്ചയായ അർത്ഥം. ഇല്ല, ഇത് കഴിയട്ടെ എന്നാണോ നിങ്ങൾ പറയാ? അതിനാണ് തസ്വീഫ്. ആ മനുഷ്യനാണ് മഗ്ബൂൻ. നമ്മൾ ആദ്യം തുടങ്ങി വെച്ച ചർച്ച അതാണ്. പിന്നെയാവാം എന്ന് വിചാരിക്കുന്ന ആളുകൾ വഞ്ചിക്കപ്പെട്ടവരാണ്. എന്റെ റബ്ബെന്നെ വിളിക്കുന്നു, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. നമ്മുടെ മുനാരങ്ങളിലൂടെ അത് കേൾക്കാൻ ഇന്ന് അവസരമുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ബാങ്കൊന്നും കേട്ടില്ല എന്ന് വിചാരിക്കും. നിസ്കാരം നിർത്താൻ പറ്റുമോ? സമയം നോക്കി പള്ളിക്ക് വരണ്ടേ? വേണ്ടി വരൂലേ? യൂറോപ്യൻ നാടുകളിലൊക്കെ ഇഷ്ടം പോലെ മസ്ജിദുകളുണ്ട്. യൂറോപ്പിലൊക്കെ യാത്ര ചെയ്ത ആൾക്ക് അറിയാൻ പറ്റും. പുറത്തുനിന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ചിലയിടങ്ങളിൽ മാത്രം ബാങ്ക് കേൾക്കുള്ളൂ, എല്ലായിടത്തും ബാങ്ക് കേൾക്കൂല. ചെന്നുനോക്കുമ്പോൾ എന്ത് മനോഹരമായ പള്ളി. അകത്ത് ചെല്ലുമ്പോൾ നല്ല മസ്ജിദാണ്, മിമ്പറുണ്ട്, മെഹ്റാബുണ്ട്, ഒക്കെ ഉണ്ട്. പുറത്തുനിന്ന് കണ്ട ഒരു ഷോപ്പിംഗ് സെന്റർ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു പീഡിക റൂമാന്ന് വിചാരിക്കും. അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരുപാട് പള്ളികൾ. ലണ്ടൻ സിറ്റിയിൽ ഈസ്റ്റ് ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ബംഗാളികളാണ്. നമ്മൾ ബംഗാളികൾ ഈ കൊത്താൻ വരുന്ന ആൾക്കാരാണ്. വലിയ വലിയ മുതലാളിമാര് ബംഗാളികൾ അവിടെ നടത്തുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ റമളാനിലെ സക്കാത്ത് അവിടെ പിരിക്കുന്നുണ്ട്. അവിടെ എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് സക്കാത്തുൽ ഫിത്റിന്റെ സ്ലിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അവിടെ സക്കാത്തിന് സമയം സംശയം ചോദിക്കാൻ കൗണ്ടർ. അവിടെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് അവിടുത്തെ വലിയ ബംഗ്ലാദേശുകാരാണ്. പണ്ട് വന്ന് കുടിയേറിയവരാണ്. നല്ല വൃത്തിയുള്ള ബംഗാളികൾ, ഹൈ സ്റ്റാൻഡേർഡ്. എന്താ പള്ളിയുടെ വലുപ്പം എന്നറിയോ? ഹറമിലെ പള്ളി പോലെയാണ്. ഹറമിലെ പള്ളിയിലെ ഇമാമന്മാരോടൊക്കെ കടപിടിക്കുന്ന ഓത്തുള്ള ഇമാമമാർ. റമളാനൊക്കെ റോഡ് നിറയെ മനുഷ്യന്മാരാ. ഈസ്റ്റ് ലണ്ടനിൽ അവിടെ ബാങ്ക് പുറത്ത് കേൾക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബഹുഭൂരിഭാഗം ഇടങ്ങളിലും മസ്ജിദുകളുണ്ട്, പക്ഷേ ബാങ്ക് കേൾക്കൂല. അവിടുത്തെ ആളുകൾ നമ്മളെക്കാളും മോശപ്പെട്ട ചുറ്റുപാടിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ അവിടുത്തെ ചെറുപ്പക്കാർ തണുപ്പിൽ കോട്ടിട്ടിട്ട് ഒതുവെടുത്തിട്ട് ആ മസ്ജിദുകളിൽ ചെന്ന് നിസ്കാരത്തിന് ജുമുഅക്കും ജമാഅത്തിനും അവിടെ സ്വഫ് നിറയാണ്. ഞാൻ വെംബ്ലിയിൽ ഒരു പള്ളിയിൽ പോയിരുന്നു. അവിടെ റമളാനിൽ ചെന്നപ്പോഴേ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, ഈ പള്ളിയിലെ മുഴുവൻ ഇഅ്തികാഫിന്റെ സീറ്റും ബുക്കായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര ഡോളർ എനിക്കറിയാം. പൗണ്ട് എത്രയെന്നല്ല, 100 പൗണ്ട് അല്ല. ഒരു ദിവസത്തിന് 100 പൗണ്ടോ എന്നറിയില്ല. ഇഅ്തികാഫ് ഇരിക്കണമെങ്കിൽ പള്ളിയിൽ സ്ഥലം വേണ്ടേ? ആൾക്കാരുടെ ബാഹുല്യം കൊണ്ട് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ ഫീസ് വേണം. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ദിവസത്തിന് 100 പൗണ്ട്. ഫുൾ ഡേ 24 മണിക്കൂർ പള്ളിയിൽ ഇരിക്കണമെങ്കിൽ. പള്ളി ഫുള്ളാണ്. ഇനി വരുന്നവർക്ക് സ്ഥലമില്ല. നമ്മൾ വിചാരിക്കും ലണ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കുത്തിമറിയായിരിക്കുന്നു. നല്ല ഈമാനുള്ള മനുഷ്യന്മാരുണ്ട് അവിടെ. നമ്മളൊരു തണുപ്പില്ല, ഒരു പ്രയാസമില്ല. നമ്മൾ പള്ളിയൊക്കെ പൂട്ടി പോവുകയാണ്. ആരെ ഇഅ്തികാഫ് ഇരിക്കണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കി പള്ളി പൂട്ടി ഉള്ളിപ്പെട്ടു. ഇഅ്തികാഫിന് സൗകര്യങ്ങളില്ല, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഇഅ്തികാഫ് ഇരിക്കാൻ ജനങ്ങൾ ജോലി ലീവ് എടുത്തിരിക്കാൻ മസ്ജിദുകളിൽ ഇഅ്തികാഫിന്. ആലോചിച്ചു നോക്കി. യാ അല്ലാഹ്, നമ്മുടെ മക്കളെ കണ്ടുപിടിക്കണം. ഒരു ഭാഗത്ത് നമ്മൾ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ദീനിന്റെ വെളിച്ചം കിട്ടിയപ്പോ നമ്മൾ ആ വെളിച്ചം നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ എപ്പോഴുള്ള വെളിച്ചമാണ്. പക്ഷെ ഇരുട്ടിൽ കഴിയുന്ന ആളുകൾക്ക് വെളിച്ചം കിട്ടിയപ്പോ ആ ഇസ്ലാമിനെ നെഞ്ചിനോട് അവർ ചേർത്ത് വെച്ചു. അവരതിന് വില കൊടുത്തു. നമ്മൾക്ക് വിലയില്ല. നമ്മുടെ ഇഅ്തികാഫിന് വില ഉണ്ടോ? നമ്മുടെ ജുമുഅക്ക് വില ഉണ്ടോ?
നമുക്കിപ്പോ വാങ്ക് കേൾക്കുന്നുണ്ട്, ഹയ്യ അല സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ്. വാങ്കിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഉത്തരം കൊടുക്കുക എപ്പെന്നറിയോ? മൊല്ലാക്ക ടൈം പേച്ചു കൊടുത്താൽ അപ്പൊ ചങ്കരി പിടിക്കാൻ ആള് വരും. സുബൈക്ക് 5 മണിക്ക് കൊടുക്കേണ്ട വാങ്ങ് മൊല്ലാക്ക 3 മണിക്ക് കൊടുത്താൽ എല്ലാവരും പള്ളിക്ക് കൊണ്ട് മൊല്ലാക്ക അങ്ങനെ ചെയ്തു പറയില്ല. കഥ അല്ലാഹു ആലം. മൊല്ലാക്കി തന്നെ ഐഡിയ പ്രയോഗിച്ചു, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ, നിങ്ങൾ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തു തന്നെ ഈ പണിയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ദീനിന്റെ ഷിആറുകൾ ഉണ്ടെന്ന്. ഈ ഷിആറുകളൊക്കെ ലൗ തുമിസത്, ഇതൊക്കെ ഇവിടെ നിന്ന് തേച്ചുമായി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നമസ്കരിക്കണ്ടേ? വാങ്ക് കേട്ടില്ല എന്ന് വിചാരിക്കുക. മുനാരങ്ങൾ മുഴുവൻ തച്ചുടക്കണം എന്ന് പറഞ്ഞു. ഒരു മുനാരം ഒരു പള്ളി കണ്ട അറിയില്ല എന്ന് വിചാരിക്കുക. പള്ളികൾക്ക് മുനാരങ്ങളില്ല, കുബ്ബകളില്ല എന്ന് സങ്കല്പിക്കുക. നമസ്കരിക്കണ്ടേ? ഇന്ന് അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കുഴപ്പം ഇപ്പൊ നമുക്കില്ല, ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. എന്ത് ചാലഞ്ച് നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് പൂർത്തിയാക്കണ്ടേ അള്ളാഹുവിന്റെ മുമ്പിൽ. ഇത്ര സൗകര്യമുണ്ടായിട്ട് നമ്മുടെ പള്ളികളിൽ ജമാഅത്തിന് ആളുകളില്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ തകർച്ചയല്ലേ അത് വിളിച്ചോതുന്നത്? പെരുന്നാൾ നിസ്കാരത്തിന് ആളെ കൂടാൻ, പെരുന്നാൾ നിസ്കാരത്തിന് ആളെ കൊള്ളാനാ പള്ളി വലുതാക്കല്. പള്ളി വലുതാക്കേണ്ടത് സുബ്ഹി നിസ്കാരത്തിന് ആളെ കൊള്ളാനാണ്. നമ്മുടെ സുബ്ഹി നിസ്കാരങ്ങളിൽ നമ്മുടെ പള്ളികളിൽ എത്ര പേരെത്തുന്നുണ്ട്? നമ്മുടെ മഹല്ലിൽ കാലുകൊണ്ട് നടക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് ഇരുട്ടിലും മഴയത്തും തണുപ്പിലും നടന്നു വരാൻ ഈമാനിന്റെ ബലമുള്ള എത്ര പേർ നമ്മുടെ മഹല്ലിലുണ്ട്? അതാണ് നമ്മുടെ മഹല്ലിന്റെ ശക്തി. നമ്മുടെ മഹല്ലിന്റെ ശക്തി പള്ളിയുടെ മുറ്റത്ത്, പള്ളിയുടെ ഉള്ളിൽ, സഫുകളിൽ സുജൂദിൽ വീഴുന്ന ആ നെറ്റിത്തടങ്ങളാണ് നമ്മുടെ ശക്തി. അത് നമുക്കുണ്ടോ? സുബ്ഹിയാണ് നമ്മുടെ ശക്തി. സുബ്ഹിക്ക് നമ്മൾ അതിന് ഒരുങ്ങുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളും? എന്തിനു കൊള്ളും? നമ്മളെ സ്വാലിഹീങ്ങളായി ഞങ്ങളെ മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമേ എന്ന് പറയുമ്പോഴും ജന്മം തന്ന അല്ലാഹുവിനോട് നമുക്ക് നന്ദി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് മുഅ്മിനീങ്ങളാണ്? നമ്മൾ എന്തിനാ കൊള്ളുക? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ്, ആത്മശാന്തി പൂണ്ടിരിക്കുന്ന ആത്മാവേ എന്ന് അല്ലാഹു വിളിക്കുന്ന ശരീരം. അന്നഫ്സുൽ മുത്മഇന്നഹ് ഇത്മഅന്നത ഇലല്ലാഹി വത്മഅന്ന ഇലൈഹാ. ഏതൊരാത്മാവിനാണോ അള്ളാഹുവിൽ ശാന്തി കണ്ടെത്താൻ പറ്റുന്നത്, ഏതൊരാത്മാവിനെയാണോ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ആത്മാവ്. ആര് പറഞ്ഞു? ഹസനുൽ ബസ്രി തങ്ങള്. അബൂ നഈമുൽ അസ്ഫഹാനി അവിടുത്തെ ലോകപ്രശസ്തമായ കിതാബ് ഹില്യത്തുൽ ഔലിയായിലാണ് ഇത് ഉദ്ധരിക്കുന്നത്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. وأحبت لقاء الله, അല്ലാഹുവിനെ നേർക്കുനേരെ കണ്ടുമുട്ടാൻ മനസ്സുകൊണ്ട് കൊതിയൂറുന്ന, സ്നേഹപ്പെടുന്ന ആളുകൾ. ഖൽബ് കൊണ്ട് അല്ലാഹനെ കാണാൻ ഇഷ്ടം. അല്ലാഹ് കാരുണ്യവാനാണ്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ സംസാരിച്ചേ പറ്റൂ. എല്ലാവരോടും അല്ലാഹു 1-to-1 സംസാരിക്കും. നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് തങ്ങളുടെ അഥറുണ്ട്, ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മളൊക്കെ 1-to-1, നമ്മളോട് ഇടയ്ക്കൊരു പരിഭാഷകനില്ലാതെ അള്ളാഹു എന്നോടും നിങ്ങളോടും സംസാരിക്കും. നമ്മൾ മനുഷ്യരെ പോലെയല്ല. അള്ളാഹു മുഖാലിഫുൻ ലിൽ ഹവാദിഫ്. സൃഷ്ടികൾ എങ്ങനെയാ? എനിക്ക് ഒരാളോട് 1-to-1 സംസാരിക്കാൻ, ഒരാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലേ? നിങ്ങളെ പേരെന്താ? അബ്ദുൽ മജീദ്, അബ്ദുൽ സത്താർ. ഞാൻ അബ്ദുൽ സത്താർക്കോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് അബ്ദുൽ സത്താർക്കാനെ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, നിങ്ങളോട് പറയാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞു കേൾക്കൂല, ഇല്ലേ? അള്ളാഹു അങ്ങനെയല്ല. 1000 അബ്ദുൽ സത്താറുമാരോട്, 1000 അബ്ദുള്ളമാരോട്, ഹംസമാരോട്, സുബൈറുമാരോട് അള്ളാഹുവിന്റെ ഒരേ നേരം സംസാരിക്കാൻ പറ്റും. അതാണ് റബ്ബിന്റെ പ്രത്യേകത. ഓരോരുത്തരോട് ഒരേ സമയം നമുക്കങ്ങനെ പറ്റൂല. സൃഷ്ടികൾക്ക് അത് കഴിയില്ല. അള്ളാഹു ഓരോരുത്തരോടും സംസാരിക്കും. ഇബ്നു അബ്ബാസ് പറയാം, ചില ആളുകളുടെ മുഖത്തെ മാംസം ഉരുകിപ്പോകും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോവുകയാണെന്ന് കേൾക്കുമ്പോ. ജഡ്ജിന്റെ മുമ്പ് പോവാന്ന് പറഞ്ഞാൽ പേടിക്കൂലേ? നമ്മൾ പോലീസിന്റെ മുമ്പ് പോവാന്ന് പറയാൻ പേടിക്കുന്നവരില്ലേ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എനിക്ക് പോകേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോ ഞാൻ എന്ത് പറയും? യാ വൈലി, എന്റെ നാശമേ എന്ന് പറഞ്ഞ് മുഖത്തെ മാംസം ഉരുകിപ്പോകുന്നവരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചില ആളുകൾ ചില ശരീരങ്ങൾ പ്രകാശം കൊണ്ട് തുടുത്തു നിൽക്കുകയാണ്. അള്ളാഹുവിനെ കാണാനുള്ള കൊതിയിലാണവർ. റബ്ബിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ചിലരുടെ മുഖത്തെ മാംസം ഉരുകി ഒലിക്കും. ഏതുപോലെ എന്നറിയോ?
നിങ്ങൾ നിങ്ങളുടെ മുതലാളിയുടെ സമ്പത്ത് മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. ജോലിക്ക് നിർത്തിയതാണ്, പൈസ വലിച്ചു, അത് പിന്നെ CCTV-യിൽ കണ്ടെത്തി. ഇത്ര ലക്ഷം ദിർഹം റിയാൽ നിങ്ങളോട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ മനുഷ്യൻ നല്ല മനുഷ്യനാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മാപ്പ് ചെയ്തെന്നു പോട്ടെ, ബുദ്ധിമോശം, കല്യാണം കഴിഞ്ഞാൽ ഉടനൊക്കെയുള്ള പ്രയാസം കൊണ്ട് ചെയ്തതായിരിക്കും, പോട്ടെ. നിങ്ങൾക്ക് മാപ്പ് തന്ന ഒരു മുതലാളി, ആ മുതലാളിയെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ചെന്ന് മുമ്പിൽ നിൽക്കുമ്പോ നിങ്ങൾക്ക് മാപ്പ് തന്ന ആ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾക്ക് നാണം തോന്നൂലേ? എന്നാലും ഞാൻ അയാളെ പറ്റിച്ചിട്ടുണ്ടല്ലോ, അയാൾക്ക് അറിയോലോ, എന്റെ റബ്ബെനിക്ക് മാപ്പ് തന്നാൽ പോലും കൈഫ അഖൂമു ബൈന യദൈ, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാ നിൽക്കുക? എനിക്ക് മാപ്പ് തന്നു, ശരി തന്നെയാണ്, പക്ഷെ ഞാൻ എന്റെ റബ്ബിനെ ധിക്കരിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ മുമ്പിൽ വഇൻ ഗഫറ ലി, എനിക്ക് റബ്ബ് മാപ്പ് തന്നാലും ഞാൻ എങ്ങനെ പോയി നിൽക്കും എന്ന് ചിന്തിക്കേണ്ടവനാണ് മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹു നമുക്ക് അവന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇസ്സത്തോടെ അല്ലാഹുവേ നിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് റബ്ബേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ റബ്ബേ, റഹ്മതുക അർജാ മിൻ അഅമാലി, എന്റെ കർമ്മങ്ങളെക്കാളും എന്റെ പ്രതീക്ഷ നിന്റെ റഹ്മത്തിലാണ്. വമഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി, എന്റെ തെറ്റുകളെക്കാളും നിന്റെ മഗ്ഫിറത്ത് വിശാലമാണ് റബ്ബേ. ആ ഒരു പ്രതീക്ഷയിലാണ് നിന്റെ മുമ്പിൽ ഞാൻ വന്നു നിൽക്കുന്നത് എന്ന് റബ്ബിന്റെ മുമ്പിൽ ചെന്ന് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഈ പറയുന്നത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന അനുഭവത്തിന്റെ നേർസാക്ഷ്യമാണ്. ഇതില്ലാതെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ആർക്കും. ജന്മം അല്ലാഹു നൽകിയോ, സ്വർഗം റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ടോ, അതിന്റെ മുമ്പിൽ ചില ചാലഞ്ചുകളുണ്ട്. ആ ചാലഞ്ചസ് യു ഹാവ് ടു ഫേസ് ഇറ്റ്. അല്ലാഹു നമുക്കതിനെ തരണം ചെയ്യാൻ ഇസ്സത്ത് തരട്ടെ, കരുത്ത് തരട്ടെ, യഖീൻ തരട്ടെ, ഈമാൻ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.